ഞങ്ങളിൽ ഒന്നിനെ തൊട്ടിട്ട് ഞങ്ങളിൽ ഒന്നിനെ തൊട്ടിട്ട് ഞങ്ങളിൽ ഒന്ന് തുറന്നിട്ട് ഇവിടെ ഒരു മുല്ലും ചെയ്യണ്ട, ഇവിടെ ഒരു മുല്ലും ചെയ്യണ്ട. ഇരുട്ടിന്റെ മാറാപ്പറ്റി, ഇരുട്ടിന്റെ മാറാപ്പറ്റി എമ്മാടിത്തം കാണിച്ചാൽ, എമ്മാടിത്തം കാണിച്ചാൽ കയ്യും കാലും കെട്ടിപ്പൂട്ടി, കയ്യും കാലും കെട്ടി. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്. പ്രതിഷേധം, പ്രതിഷേധം. കോൺഗ്രസിന്റെ ഗുണ്ടകൾ ചേർന്ന് ഞങ്ങളുടെ ഓമന സഖാവിനെ, ഞങ്ങളുടെ ഓമന സഖാവിനെ ഇറങ്ങില്ലേ, ഇറങ്ങില്ലേ. കോൺഗ്രസ്സുകാരാ പറഞ്ഞാലേ, കോൺഗ്രസ്സുകാരാ പറഞ്ഞാലേ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, നന്നായി തന്നെ പറഞ്ഞേക്കാം. ഞങ്ങളെ ഒന്നിനെ തൊട്ടിട്ട്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ടിട്ട്, ഞങ്ങളിൽ ഒന്ന് ഉറങ്ങിട്ട് കോൺഗ്രസ്സുകാരാ പറഞ്ഞാലേ, ഷാനിനെ പറഞ്ഞാലേ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. കയ്യും വെട്ടും കാലും വെട്ടും, കയ്യും വെട്ടും കാലും വെട്ടും. പറയുന്നതാരെന്നറിയാമോ, പറയുന്നതാരെന്നറിയാമോ? കണ്ണൂരിൽ കരിവള്ളൂരിൽ വിരൽ ഞങ്ങൾ വെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഒരു ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ ഇതേപോലെ ഒരു ഗുണ്ടായിസം കാണിച്ചു. അത് പോലീസ് കേസും മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ വീണ്ടും അത്തരത്തിലുള്ള ഗുണ്ടായിസം ഇവിടെ നടത്താമെന്നും നമ്മുടെ സഖാക്കളെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യാമെന്നാണ് യവന്മാര് ധരിച്ചിരിക്കുന്നുവെങ്കിൽ ശക്തമായ തിരിച്ചടി എല്ലാ അർത്ഥത്തിനും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് സുധാകരനെ ഞാൻ ക്ഷണിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രി ഏകദേശം ഒരു 9 മണിയോടുകൂടി ഒരു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കേസിന്റെ ഒത്തുതീർപ്പ് സംഭാഷണത്തിന് വേണ്ടി വർക്കല CI വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പെരുമം ബ്രാഞ്ച് അംഗമായിട്ടുള്ള സഖാവ് അഹമ്മദ് ഷാൻ പോലീസ് സ്റ്റേഷനിലെത്തുകയും ആ കേസിന്റെ തീർപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടത്തെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ശ്രീമാൻ ഷാലിഫിന്റെ നേതൃത്വത്തിൽ ഒരു 2, 3, 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഷുക്കൂർ അടക്കമുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറെ ആൾക്കാർ ചേർന്ന് അഹമ്മദ് ഷാനെ മർദ്ദിച്ച് അവശനാക്കുകയും തുടർന്ന് അവശതയിലായ ആ സഖാവിനെ ഒരു ഓട്ടോറിക്ഷയിൽ, ഒരു വാഹനത്തിൽ എടുത്തു കയറ്റി കൊണ്ടുപോയി കൊല ചെയ്യുന്നതിന് ബോധപൂർവം പരിശ്രമം നടത്തിയിരിക്കുകയാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നവർ എന്തായാലും പഞ്ചായത്ത് ഭരിക്കും. അത് LDF ആയാലും UDF ആയാലും ഇനി അല്ല BJP ആയാലും അങ്ങനെയാണ് വരുന്നത്. ഇത് എതിരാളികളെ മർദ്ദിച്ച് അവശരാക്കിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ഷാലിഫെ, ഇത് സ്ഥലം വേറെയാണ്, ഇത് സ്ഥലം വെട്ടൂരാണ്. ഇവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഗൂണ്ടായിസം കാണിച്ച് അധികാരം കൈയാളാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് നിനക്ക് തെറ്റിപ്പോയി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ മറ്റൊരു സംഭവം ഉണ്ടായി.
ഒരു ഡേറ്റ് കഴിഞ്ഞ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ഒരു ഹോമിയോ മരുന്ന് പഞ്ചായത്ത് മെമ്പറും ആശാ വർക്കറുമായിട്ടുള്ള ഒരു വനിത അധികാരം ഉപയോഗിച്ച് കയ്യേറ്റം അല്ലെങ്കിൽ കൈക്കലാക്കിയ മരുന്ന് ഇപ്പോഴത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിച്ചുകൊണ്ട് ഇവിടെ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്യുന്നു എന്ന് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് പഞ്ചായത്തിനകത്ത് ഗൂണ്ടായിസം കാണിച്ചു. ഈ പഞ്ചായത്തിനകത്ത് കാണിച്ച ഗൂണ്ടായിസം അന്ന് അത് അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പഞ്ചായത്ത് ഓഫീസിനകത്ത് വനിതാ പ്രസിഡന്റ് അടക്കമുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യുവാനുള്ള ബോധപൂർവമായ ശ്രമമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അസീം ഹുസൈനും ഈ ഷാരിഫും അടക്കം നടത്തിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങള് പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ ഒരു വൻപിച്ച പ്രതിഷേധ യോഗം നടത്തുകയുണ്ടായി. അതിന്റെ ഒരു വല്ലായ്മയും അതിൽ കൊടുത്ത താക്കീതുമാണ് ഇന്നലെ ഇത്തരം ഒരു സംഭവത്തിലേക്ക് ഇവരെ എത്തിച്ചത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇത് ഇവിടം കൊണ്ട് മര്യാദയ്ക്ക് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ കൊടിക്ക് മാത്രമല്ല നിറം ചുവപ്പായിട്ടുള്ളത് എന്ന് ഇവന്മാർ ധരിക്കണം. ഇത് പറയുന്നത് ഇവിടെ നേരത്തെ മുദ്രാവാക്യം വിളിച്ചതുപോലെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രസ്ഥാനമല്ല, നിവർന്നു നിന്ന് ചോദ്യം ചെയ്യാനും തന്റെ ഇടത്തോടുകൂടി അത് കൈകാര്യം ചെയ്യാനും തന്റെ ഇടമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സഖാവിനെ അവശനാക്കിയിട്ടോ മർദ്ദിച്ചിട്ടോ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനം അസ്ഥാനത്താണ് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അതുകൊണ്ട് ഷാലിഫ് മാന്യമായി ഞങ്ങൾ പറയുകയാണ്, ഷാലിഫ് ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഈ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം കൊണ്ടോ പ്രതിഷേധ യോഗം കൊണ്ടോ ഈ വിഷയം തീരില്ല. നേർക്ക് നേർ പോരാടുന്നതിന് ഞങ്ങൾക്ക് ആരെയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് ആണ്, ആ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഭരണത്തിന്റെ കീഴിലുള്ള ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം അതിക്രമങ്ങൾക്ക് എതിരെ ഞങ്ങൾക്ക് ശബ്ദം ഉയർത്തേണ്ടി വരും. അത് ശബ്ദം മാത്രമല്ല, ഒരുപക്ഷെ കൈ ഉയർത്തേണ്ടി വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഡിവൈഎഫ്ഐയുടെ ചുണക്കുട്ടന്മാരായിട്ടുള്ള സഖാക്കളെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അഭിവാദ്യങ്ങൾ. നമ്മളിവിടെ ഈ പ്രതിഷേധ യോഗം ചേരേണ്ട ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഗുണ്ടായിസ വിളയാട്ടത്തിനെതിരെയാണ് നമ്മൾ ഈ പ്രതിഷേധ യോഗം കൂടേണ്ടി വന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് വെട്ടൂരത്തെ കോൺഗ്രസിന് കുറച്ച് നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഇവിടെ എന്റെ കുട്ടിക്കാലം മുതൽ അടി കൊണ്ടിട്ടാണ് ഞാൻ ഈ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. അടി കൊണ്ടും കൊടുത്തും നിൽക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ എനിക്ക് ഷാലിബിനോടോ ബാക്കിയുള്ള ഏത് ഇവിടുത്തെ കൂത്തന്മാരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, അടിക്കാൻ ഞങ്ങൾ മോശക്കാരല്ല. ഷാലിബായിരുന്നാലും എവനായിരുന്നാലും ഇവിടുത്തെ CPM-നും DYFI-ക്കും നേരെ വന്നു കഴിഞ്ഞാൽ എവനായിരുന്നാലും അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. അതിന് യാതൊരു ദാക്ഷിണ്യമില്ല. ഇവരെല്ലാം ഇന്നലെ മുളച്ച കോൺഗ്രസ്സുകാരന്മാരാണ്. ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അവരെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ അടിച്ച കോൺഗ്രസ്സുകാരുണ്ട്, ഞാൻ അടിച്ചിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ട്. അവരെല്ലാം ആ അടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നാണ് നിൽക്കും. അല്ലാതെ ഇവനെയൊക്കെ പോലെ പന്തിയിൽ ഒളിക്കുന്ന കോൺഗ്രസ്സുകാരല്ല. എവിടെ പോയി ഒളിച്ചാലും ഈ കോൺഗ്രസിന്റെ ഷാലിബായിക്കോട്ടെ, ഈ വരുത്തന്മാരായ കുറെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഈ വെട്ടൂരുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഇവിടുത്തെ CPM-കാരന് ഒരു പുണ്ണാക്കും ചെയ്യത്തില്ല എന്ന് വളരെ ശക്തമായി തന്നെയാണ് പറയുന്നത്. അതിനുള്ള ഒരു ആംബിയറുള്ള ഒരു കോൺഗ്രസ്സുകാരനും ഈ വെട്ടൂരില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, കൂട്ടത്തോടെ ആണെങ്കിൽ കൂട്ടത്തോടെ, തൊടയെങ്കിലും വന്നു നോക്ക്. ഇവിടെ വരുന്നതെന്ന് പറയുന്നത് കുറെ പെണ്ണ്
മാലമോഷണക്കാരനും പിന്നെ ഓസ്കോ കേസിലെ പ്രതിയും നേതാക്കന്മാരുമാണ് ഈ പാർട്ടി ഓഫീസിന്റെ അകത്ത് കയറുന്നത്. അല്ലാതെ ഏത് കോൺഗ്രസ്സുകാരനാണ് ഇവിടെ വരുന്നത്? ഈ നാട്ടിലുള്ള കോൺഗ്രസ്സുകാരെ ഇവിടെ ഉള്ള ഈ CPM-കാർക്ക് എല്ലാവർക്കും അറിയാം. ഒരു കോൺഗ്രസ്സുകാരനും ഇവന്റെ താളത്തിൽ കൊള്ളത്തില്ല. ഇവന്മാര് സ്വന്തം ഉമ്മാടെ കയ്യിൽ കമ്മീഷൻ മേടിക്കുന്ന കോൺഗ്രസ്സുകാരന്മാരാണ് ഇന്നത്തെ ഇവിടുത്തെ മണ്ഡലം ഭരിക്കുന്നത്. സ്വന്തം വീട്ടില് സ്വന്തം പിന്നെ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്നത്. പലിശയ്ക്ക് പണം കൊടുത്തും മറ്റു പല കൂട്ടിക്കൊടുപ്പുകളും ചെയ്തിട്ടാണ് ഇവരൊക്കെ നേതാക്കന്മാരാകുന്നത്. ആ രീതിയിൽ ഇവിടുത്തെ ഒരു CPM-കാരനും ഉണ്ടാവത്തില്ല. വണ്ടിക്ക് പിന്നെ പലിശയ്ക്ക് കൊടുത്തായിരുന്നാലും പിന്നെ പണം കൊടുത്തായിരുന്നാലും അവനിപ്പോ പറയുന്നത് വർക്കലത്തെ പോലീസുകാർ മുഴുക്കെ അവന്റെ കള്ളും പണവും മേടിക്കുന്ന പോലീസുകാരാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്നും അറിയണം. അവന്റെ ഈ വാദവും നമ്മുടെ സർക്കാരിന്റെ ഈ അഹമ്മദിനെ അടിച്ച് പിന്നെ വളരെ ക്രൂരമായി വർത്തിച്ച ഏത് കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി അവസാനം വരെ പോരാടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച സഖാക്കൾ ഇന്നലെ നടന്ന വിഷയത്തിന്റെ ഗൗരവം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നിമിഷം വരെ അഹമ്മദ് ഷാനെ ആക്രമിച്ച പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് പുറമേക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു വിവരം. ഈ പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള ഈ ആള്, ഈ ക്രിമിനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആള്, അദ്ദേഹത്തിന്റെ ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തി, ഈ പോലീസ് സ്റ്റേഷനിൽ ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നത് എന്ന് തന്നെയുള്ള ഒരു സംസാരം ഈ നാട്ടിൽ മുഴുക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഏതൊക്കെ പണം ഉപയോഗിച്ചാലും എത്രയൊക്കെ സ്വാധീനം ചെലുത്തിയാലും ഡിവൈഎഫ്ഐയുടെ വെട്ടൂരത്തെ നേതാവായിട്ടുള്ള സഖാവ് അഹമ്മദ് ഷാനെ ആക്രമിച്ച മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടകളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ കെൽപ്പുള്ള സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് വെട്ടൂരത്തെ പാർട്ടി എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വർക്കല പോലീസ് സ്റ്റേഷനിൽ ഒരു SI ഉണ്ട്, മനോജ് എന്നാണ് പേര്. ഈ മനോജ് ഇന്നലെ അഹമ്മദ് ഷാനെ ആക്രമിച്ചു എന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ഒരു കടക്കാരനെ പോയി വിരട്ടിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഒരു പൂക്കച്ചവടം നടത്തുന്ന ഒരു പ്രിയപ്പെട്ട മനുഷ്യനെ ഞങ്ങൾ അഹമ്മദ് ഷാനെ ആക്രമിക്കുന്നത്, കോൺഗ്രസ്സുകാർ ആക്രമിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ മനോജ് എന്ന് പറയപ്പെടുന്ന SI അദ്ദേഹത്തെ വിരട്ടിയിരിക്കുന്നു. മിസ്റ്റർ മനോജ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാൻ വേണ്ടിയിട്ടുള്ളത്, KPCC ഓഫീസിന്റെ തിണ്ണ നിറങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ് ഈ യൂണിഫോം എങ്കിൽ അതിന്റെ കൂലി കാണിക്കേണ്ടുന്നത് KPCC ഓഫീസിലെ കക്കൂസ് കഴുകിയിട്ടായിരിക്കണം. അതല്ലാതെ ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാരനെ ആക്രമിച്ച, ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ CPIM-ന്റെ പേരിൽ പ്രവർത്തനം നടത്തുന്ന ഒരു സഖാവിനെ ആക്രമിച്ചതിന്റെ പേരിൽ നിങ്ങൾ അത് കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെയും നിയമപരമായി ഞങ്ങൾ നേരിടും. ആ നിയമപരമായി നേരിടുന്നതിന്റെ മുന്നിൽ വർക്കലയിലെ ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമരത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വിപ്ലവാഭിവാദനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പറ്റി അറിയാം. നമ്മുടെ നാട് ഈ വെട്ടൂര് എല്ലാവരും സമാധാനത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലമാണ്. പൊതുവെ എല്ലാ പാർട്ടിക്കാർക്കും അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന, എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോ നമ്മള് ആശയപരമായി വേർതിരിവുണ്ടെങ്കിലും രാഷ്ട്രീയപരമായി എല്ലാവരും സൗഹൃദം നിലനിർത്തുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വന്ന് ആ സ്ഥലത്തിന്റെ പ്രത്യേക ഒരു സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളെ അങ്ങേയറ്റം ശക്തമായി തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, CPM-നെയോ ഡിവൈഎഫ്ഐയോ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, കായികമായും രാഷ്ട്രീയപരമായും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ ശ്രമിക്കുന്നവരോട് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ ഓശാനിച്ച് മുട്ടുമടക്കുന്ന പാരമ്പര്യമല്ല ഈ പാർട്ടിക്കുള്ളത്. തകർക്കാൻ വന്നവരെയൊക്കെ തകർത്തഞ്ഞ പാരമ്പര്യമാണ് ഈ പ്രസ്ഥാനത്തിനുള്ളത്. ഇതൊരു വെല്ലുവിളിയല്ല. ഇത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുന്നവരെ ഡിവൈഎഫ്ഐയും CPM-ഉം നൽകുന്ന ഒരു താക്കീതായി ഇത് കാണണം. ഇത് ആവർത്തിച്ചാൽ ഈ സമരത്തിന്റെ രൂപം മാറും, ഈ സമരത്തിന്റെ ഭാവം മാറും. ഈ കാണുന്ന ഇപ്പൊ നമ്മൾ ചെറിയൊരു അറിയിപ്പ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സഹാക്കൾ ഓടിയെത്തിയത്. പാർട്ടി എന്ന നിലയിൽ വലിയൊരു അറിയിപ്പ് കൊടുത്താൽ ഇവിടെ ഒരു കോൺഗ്രസ്സുകാരനും നിൽക്കാൻ വഴിയാത്ത സ്ഥിതി
ഈ നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഹാക്കളെ പറഞ്ഞു കഴിഞ്ഞു. വളരെ ക്രൂരമായി ഇന്നലെ രാത്രി മുതൽ നമ്മുടെ സഹാക്കള് ഈ അഹമ്മദ് ഷാനോടൊപ്പം തന്നെ ഉണ്ട്. വളരെ പൈശാചികമായിട്ട് തലയ്ക്കും വാരിയലിനും എല്ലാം വളരെ ക്രൂരമായിട്ട് ഈ ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചതിന്റെ ഒരു തിക്തഫലം നേരിൽ കണ്ടതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് എല്ലാവരെയും അറിയിപ്പ് കൊടുക്കാനും ഈ ഒരു ഗുണ്ടകളെ ഇവരെ നേരിടേണ്ട രീതി എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അതിനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മുടെ പൂർവികര് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ മുതിർന്ന സഖാക്കള് പറഞ്ഞു തന്നിട്ടുള്ള ആശയമുണ്ട്. ആ ആശയത്തിലൂടെ നമ്മുടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വ്യക്തികൾ ഇന്നും രണ്ട് കാലിൽ നിൽക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഇല്ലെങ്കിൽ രണ്ട് കാലിലല്ല, നിങ്ങളെ വീട്ടിൽ തന്നെ നിങ്ങൾ ചെല്ലുന്ന രീതി അവരവരുടെ ശേഷക്രിയകൾക്ക് വേണ്ടി മാത്രമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത എല്ലാ സഹാക്കൾക്കും ഒറ്റവാക്കിൽ വെട്ടുവരുത്ത പാർട്ടിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ലാൽ സലാം.